ഒരു +2 പഠിച്ചു കഴിയുന്ന ഒരു വിദ്യാർത്ഥി ഫോൺ EMIക്ക് എടുക്കുന്നു, ഒരു ഫോണും കൊണ്ട് ഇറങ്ങുന്നു. ഇതിലിപ്പം നമ്മളിപ്പോൾ ഒരു ഓഫീസ് എടുക്കുന്നു, 10 സ്റ്റാഫിനെ എടുക്കുന്നു എന്നൊരു ഇന്റർവ്യൂ സെക്ഷൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റിന് ഇവിടെ ക്ഷാമമില്ല. ഇപ്പം വനിതാ വിനീത എന്ന് പറയുന്നൊരു തിയേറ്ററിലോട്ട് ഞാനൊരു പുതിയ ഫോണുമായിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് കണ്ടന്റ് കിട്ടും. ആ കണ്ടന്റ് എങ്ങനെ ഇവിടെ പ്ലേസ് ചെയ്യണം, ഇവിടെ യൂസ് ചെയ്യണമെന്നാണ് എൻ്റെ യുക്തി. പിന്നെ ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് ഇതെല്ലാവരും ഒന്നിച്ച് നിന്നാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഇതൊക്കെ വെറുതെ സാറേ. കാരണം ഉണ്ടല്ലോ, ഇപ്പം ഞാനും ഇവിടെയുള്ള 2-3 പേര് ഒന്നിച്ച് നിന്നിരിക്കട്ടെ, നാളെ വേറെ ഒരു കണ്ടന്റ് വന്നാൽ ഈ കൂടെ ഉള്ളവന്മാർ തന്നെ പോകും. അവർ തന്നെ ഫസ്റ്റ് അത് പബ്ലിഷ് ചെയ്യും. ഞാൻ പറഞ്ഞാ റീച്ച് ഉള്ള കണ്ടന്റ് എന്തോ അത് ഈ സൊസൈറ്റിയുടെ തലയ്ക്കകത്തിരിക്കുന്ന സാധനമാണ്. ആ വിഷത്തിനെ നമ്മൾ അങ്ങോട്ട് കൊടുത്താലേ അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഇവർ അതേ കാണത്തുള്ളൂ. അത് അവൻ ഇന്ന് ഇവൻ ചെയ്തില്ലേ നാളെ വേറൊരുത്തും ചെയ്യും. തീർച്ചയായിട്ടും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇത് ചെറുപ്പകാലത്ത് സ്കൂളിൽ നഴ്സറി തലം മുതലേ കുട്ടികൾക്ക് ഇതിന്റെ ഒരു വിദ്യാഭ്യാസം എന്താണ്, ഇതിന്റെ ഒരു എത്തിക്സ് എന്നുള്ളത് പഠിപ്പിച്ചാൽ ഹൗ ടു യൂസ് അല്ലെങ്കിൽ എന്നുള്ള ആ ഒരു പുതിയ തലമുറ തീർച്ചയായിട്ടും വളർന്നു വരുമ്പോഴത്തേക്കും ഇതിനുണ്ടാവും. കാരണം നമ്മളിപ്പോ എന്താന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ച് കയറിയവരാണ് കൂടുതൽ ആളുകളും. പുതിയ തലമുറയിൽ പെട്ടെന്ന് വന്നവരുണ്ട്, നേരത്തെ ഉപയോഗിക്കാത്തതുണ്ട്. അപ്പം ഇതിനൊരു ഡിജിറ്റൽ വിദ്യാഭ്യാസം. നമ്മളെല്ലാം ഇന്റർനെറ്റിൽ ഓൺലൈനിൽ കയറുമ്പോൾ ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്. പകല് കാണുന്ന ഒരു സ്വഭാവം രാത്രി വ്യത്യാസമാണ്. അന്യൻ സിനിമ പോലെയാണ്. ഒരാൾക്ക് തന്നെ 2 സ്വഭാവം ഉണ്ടാവും. അപ്പൊ ആ വ്യത്യാസം ഈ സോഷ്യൽ മീഡിയയിൽ ഓൺലൈനിൽ എന്നെ കാണത്തില്ല എന്നുള്ളതാണ്. അപ്പൊ അത് മാറ്റിയിട്ട് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കുന്നു, ഓൺലൈനിൽ കയറുമ്പോൾ ചീത്ത വിളിക്കുന്നു. അപ്പൊ ആ വ്യത്യാസം മാറി അവർ എല്ലാവരെയും ബഹുമാനിക്കാനായിട്ട് നമ്മൾ ഫിസിക്കൽ ഡെക്കോറം കാണിക്കുന്നത് പോലെ തന്നെ. അപ്പൊ അത് വരണമെങ്കിൽ തീർച്ചയായിട്ടും ചെറുപ്രായത്തിൽ തന്നെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് ഇത് കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്നാൽ അടുത്ത ഒരു തലമുറ തീർച്ചയായിട്ടും നന്നായിട്ട് വരും. പാലക്കാരൻ എന്തോ പറയാമെന്നല്ലോ. എനിക്ക് ഒറ്റ മറുപടി ഉള്ളൂ. ബേസിക്കലി വകതിരിവ്, കോമൺ സെൻസ്, അതെല്ലാവരും അത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് അജു പറഞ്ഞൊരു കാര്യം വളരെ പോയിന്റ് ആണ്. ഈ വിഷം കൊടുത്താലേ കേൾക്കൂ എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് നമ്മളായിട്ട് തന്നെ ഒരു ബോധം ഉണ്ടാക്കുക, ബോധം പകർന്നു കൊടുക്കുക, വകതിരിവ് ഉണ്ടാകുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.